അപ്പോൾ ചെടി പെട്ടെന്ന് ബുഷായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒന്നിലധികം വെറൈറ്റീസ് നമ്മളടുത്തുണ്ടെങ്കിൽ പൂക്കൾ ഇങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഹലോ, ഗ്രോയിങ് വിത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണാടി ചെടികളെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ണാടി ചെടികളുടെ കെയർ, അതേക്കണക്ക് അതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ അടുത്ത് കണ്ണാടി ചെടികളുടെ ഒരു 6-7 വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിലൊന്നത് ഇതാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 2-3 കളർ ഇതിനകത്ത് വരുന്നുണ്ട്. മഞ്ഞ, അതേക്കണക്ക് ചെറിയൊരു മെറൂൺ, ഗ്രീനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഈ കണ്ണാടി ചെടികളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നിലധികം വെറൈറ്റീസ് നമ്മളടുത്തുണ്ടെങ്കിൽ പോളിനേഷൻ വഴി നമുക്ക് വേറെ വെറൈറ്റീസൊക്കെ ഉണ്ടായി കിട്ടും. വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനായിട്ട് പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ കോളിയാസ്. പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ ഇത് നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ചിലയിടങ്ങളിൽ ഇതിനെ മാസം മാറിയെന്നും കണ്ണാടി ചെടിയെന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് എൻ്റെ അടുത്തുള്ള വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഗ്രീനിൽ ബ്രൗണും ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും കൂടിയിട്ടൊക്കെ വരുന്ന ഒരു വെറൈറ്റി. ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് മറ്റൊരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഈ ചെടികളുടെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ്. നമുക്കിതിൻ്റെ ഇളം തണ്ടുകൾ ഒടിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതിൽ സീഡ് ഉണ്ടാവും, അത് നട്ട് നമുക്ക് പുതിയ തൈകൾ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ കുറച്ച് വലിയ പോട്ടാണ് എടുക്കുന്നതെങ്കിൽ ചെടി നടുമ്പോഴത്തേക്കിനും 2-3 തണ്ടുകൾ ഒരുമിച്ച് നട്ടു കൊടുക്കുക. അപ്പോൾ ചെടി പെട്ടെന്ന് ബുഷായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതെൻ്റെ അടുത്തുള്ള മറ്റൊരു വെറൈറ്റി കോളിയാസ് ആണ്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. അടുത്ത വെറൈറ്റി ഇതാണ്. ഇതൊരു നാരോ ലീഫോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതും കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ്. ഒരു ഇളം പച്ചയിൽ നല്ലൊരു മെറൂൺ കളർ വന്നിട്ടുള്ളൊരു വെറൈറ്റി. കണ്ണാടി ചെടികളുടെ മെയിൻ വില്ലൻ ഇവനാണ്. പലപ്പോഴും എൻ്റെ ചെടികളുടെ ഇലകൾ അത്രയും കഴിച്ച് നശിപ്പിക്കുന്ന ഇവരാണ്. കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ ആളുടെ കയ്യിരിപ്പ് അത്ര ശരിയല്ല. ഇതാണ് എൻ്റെ അടുത്തുള്ള അടുത്ത കോളിയാസ് വെറൈറ്റി. എൻ്റെ കോളിയാസ് കളക്ഷനിലെ ആദ്യത്തെ ചെടിയാണ് ഇത്. എൻ്റെ അടുത്ത് ഒത്തിരി നാളായിട്ടുള്ളൊരു ചെടിയാണിത്. ഇതും നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. കോളിയാസ് ചെടികളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് മിലിബഗ് പോലുള്ള പെസ്റ്റുകളുടെ അറ്റാക്ക്. ഏതെങ്കിലും നല്ലൊരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ചെടികൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ ചെടി ഇതേ കണക്കിന് പൂക്കളുണ്ടാവും. ഈ ഇലച്ചെടികളിലൊന്നും പൂക്കൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടിയിൽ നിന്ന് ഈ പൂക്കളിങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നുള്ളി കൊടുത്തില്ലെങ്കിൽ ആ പൂക്കളിൽ നിന്ന് ചെടിയുടെ ആരോഗ്യം കുറഞ്ഞ് ചെടി നശിച്ചു പോകും. നമ്മളിങ്ങനെ പൂക്കൾ ഒഴിവാക്കുമ്പോൾ പുതിയ നിറയെ തളിരുകൾ ചെടിയിൽ ഉണ്ടാവുകയും ചെടി നന്നായിട്ട് ബുഷായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഒരേ വെറൈറ്റിയുടെ തന്നെ വേറെയും ചെടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സീഡ് മുളപ്പിച്ച് പുതിയ വെറൈറ്റീസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂക്കൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അത് നിർത്തിയേക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഫ്രം മോസന.